രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതിയെ സൈബറിടത്തടക്കം അധിക്ഷേപിച്ചതിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന രാഹുൽ ഈശ്വറിനെ വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്കും യൂട്യൂബും എടുത്ത് നോക്കുക. വ്യാജ പരാതിയാണ്. നിങ്ങൾ ഒന്നെന്റെ ഫേസ്ബുക്കും യൂട്യൂബും എടുത്ത് നോക്കുക. വ്യാജ പരാതിയാണ്. നാഴികയ്ക്ക് 40 വട്ടവും പരാതിക്കാരെ അപമാനിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ എപ്പോഴും അനുകൂലിക്കുന്ന രാഹുൽ ഈശ്വർ വ്യാജ പരാതിയാണെന്ന അതേ വിശദീകരണമാണ് ഈ രാത്രി വൈകിയും തുടരുന്നത്. ഇപ്പോൾ വിവിധ വകുപ്പുകൾ ചുമത്തി, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ഈ അതിജീവിതയെ. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷന്റെ ആവശ്യം. നമ്മുടെ മകനും ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾ, നമ്മളുടെ അച്ഛൻ, നമ്മളുടെ മകൻ ജയിലിൽ നിന്നൊരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിട്ടില്ല, കള്ളം പറയുവാണ്, കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇപ്പോൾ അല്പസമയത്തിന് മുമ്പാണ് തിരുവനന്തപുരത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ട്രെയിനിങ് കോളേജിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് കൊണ്ടുപോയത്. ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് ഇപ്പോൾ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഈ അതിജീവിതയുടെ ഒരു തരത്തിലുള്ള ഫോട്ടോയോ ഒന്നും തന്നെ താൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ ജാമ്യമില്ലാ വകുപ്പ്, ആദ്യഘട്ടത്തിൽ ജാമ്യം നൽകുന്ന വകുപ്പുകളാണ് ഇട്ടതെങ്കിൽ പിന്നീട് കൂട്ടിച്ചേർത്തുകൊണ്ട് വകുപ്പ് 75(1) 4 വകുപ്പ് കൂടി ചേർത്തു. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോശം പരാമർശം നടത്തുക എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും അതിന് മുന്നോടിയായാണ് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയത്. എന്തായാലും നാളെ രാവിലെ 11 മണിയോടുകൂടി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തിച്ച് ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളോട് കൃത്യമായി തന്നെ അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്.